സ്ഥലം കാലിയാക്കി പരലോകത്തേക്ക് ഖബറിലേക്ക് നീങ്ങിപ്പോകേണ്ടവരാണ്. അതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ ശമ്പളമല്ലേ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ഏറ്റവും നല്ല ഹലാലായ ജോലി, ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്കുമായി ബന്ധപ്പെട്ട്, പലിശ ബാങ്കുമായി ബന്ധപ്പെട്ടത്, മറ്റേതെങ്കിലും ഹറാമായ ഏതെങ്കിലും കാര്യങ്ങളുമായി ഇൻഡൽ ചെയ്യുന്ന ബിസിനസ്സുകൾ, ഇതൊക്കെ വരുമ്പോഴേ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് CV കൊടുത്തങ്ങ് കോൺട്രാക്ട് സൈൻ ചെയ്ത് വിടേണ്ട, ഒന്ന് കാത്തിരിക്കുക. കാരണം ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫ്രഷ് ജോലി ചെയ്യുന്ന ആളുകളോട് പറയാം, ജോബ് അന്വേഷിച്ച് വരുന്ന കുട്ടികളുണ്ടാവില്ലേ, കിട്ടുന്ന ഏത് ജോലി ഞാൻ എടുക്കാം എന്ന് വിചാരിച്ച് ഒരു ജോലിയിൽ അങ്ങ് കയറിയാൽ, എഞ്ചിനീയറാ, അപ്പൊ പറയാം ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറിക്കോളാം, എനിക്ക് എന്നാലും അതെങ്കിലും അത് മതി, ഞാൻ മടുത്തു ജോലി അന്വേഷിച്ച് എന്ന് പറഞ്ഞിട്ടൊരു കയറും. അങ്ങനെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആ ജോലി തുടരാന്നല്ലാണ്ട് പുതിയൊരു ജോലി അന്വേഷിക്കാനുള്ള സമയം ഈ പണിന്റെ അടിയിൽ കിട്ടൂല. ജോലി തിരക്കായി പോയില്ലേ. അതുകൊണ്ട് എപ്പോഴും അവനവന്റെ അഭിരുചിയും തന്റെ മനസ്സിന് ഇണങ്ങുകയും ചെയ്യുന്ന ഒരു ജോബ് കിട്ടുന്നവരെ ഒരൽപ്പം കാത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പരിശ്രമിക്കുകയും ചെയ്യാം. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കപ്പെടുന്നത് ആ ജോലിയിലൂടെയാണ്. അപ്പൊ ഏതെങ്കിലും ജോലി കയറി കൂടിയാൽ പിന്നെ അടുത്തൊരു ജോലി അന്വേഷിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, പണി തിരക്കിലായി പോകും. ആ കിട്ടുന്ന ജോലി ഒരു നല്ലതാണോ എന്ന് അറിയുന്ന പണ്ഡിതന്മാരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എങ്കിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. ചില ആളുകളുടെ ഭക്ഷണം ഹറാമിൻ്റെതായിരുന്നു, അവർ കുടിക്കുന്ന വെള്ളം ഹറാമിൻ്റെതായിരുന്നു. എന്നാൽ പച്ചവെള്ളം തന്നെ വാങ്ങിച്ച പൈസ ഹലാലല്ലാത്തൊരു ജോലി കൊണ്ടാണെങ്കിൽ അത് ഹറാമിന്റെ വെള്ളമായി. ഞാൻ കുടിക്കുന്നത് കള്ളും കൂടിയാണെങ്കിൽ പിന്നെ എന്താ അവസ്ഥ? അപ്പോ നമ്മുടെ മക്കളിലും നമ്മളിലും നന്മ വരാൻ അത്യന്താപേക്ഷിതമായത് ഒന്ന് നമ്മുടെ മത്അം ഹലാലാവുക എന്നതാണ്, ഭക്ഷണം ഹലാലാവുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു അത്ര റാഹത്തില്ലാത്തൊരു ജോലിയിലാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പഠിച്ചവനെ ഖൈറായ ഒരു ജോലി നീ എനിക്ക് നൽകണമേ, എനിക്ക് നല്ല ഹലാലായ ജോലി മതി റബ്ബേ, എനിക്കിത് വേണ്ട, ഇതിന്റെ ശിക്ഷ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് താണുകയാണ് ദുആ ചെയ്യുക. തഹജ്ജുദോ ഖിയാമുൽ ലൈലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ദുആ ചെയ്യുക. അള്ളാഹു ഇതിന്റെ പരിഹാരം കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.